മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉഴുന്നുവടയുടെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഞാൻ പലതരത്തിലും ചെയ്തു നോക്കി. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ, അതായത് നല്ല ക്രിസ്പിനെസ്സും പുറത്ത് നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ടിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഉഴുന്നുവട. ആ റെസിപ്പിയാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഉഴുന്നുവട. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് പറയുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഉഴുന്നുവട കണ്ടിട്ട്. ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് ഒരു 6 മണിക്കൂർ നല്ലോണം കുതിർത്തതിന് ശേഷം കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതായത് ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പൊന്നിയരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊന്നിയരിയും ഇതേപോലെ തന്നെ 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതായത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ കുറേശ്ശെ അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഉഴുന്ന് പരിപ്പ് അരച്ചെടുക്കാം. അരയ്ക്കുമ്പം ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് തന്നെ ഒന്നങ്ങ് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പം കുറച്ച് നല്ല തിക്കായിട്ട് വരും. തിക്കായിട്ട് വന്നതിന് ശേഷം ഇതേപോലെ നല്ല തിക്കാവും. തിക്കായതിന് ശേഷം ആവശ്യത്തിന് എത്ര വെള്ളം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ സ്പൂൺ വീതം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അടിച്ചു നോക്കുക. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് കറക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ആ ഒരു തിക്നെസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഉഴുന്ന് ഈ ഒരു തിക്നെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു കുഴിഞ്ഞ സ്പൂണിന് 1 സ്പൂൺ വെള്ളം ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. ഇപ്പോൾ ഈ മാവൊക്കെ നല്ലോണം അരച്ചിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ഇത് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഉഴുന്ന് പരിപ്പ് അത്ര അങ്ങ് പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല. കുറച്ച് തരി ഇതിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ തരികളുണ്ട്. അപ്പോൾ ഉഴുന്ന് നമുക്കിങ്ങനെ അരയ്ക്കാം. പക്ഷേ നിങ്ങൾ അരി അരയ്ക്കുമ്പം നല്ലോണം പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. എല്ലാ ഉഴുന്നും അരച്ചെടുത്ത് വെച്ചു. ഇനി കുറച്ച് ഉഴുന്ന് ബാക്കിയുണ്ട്. ഇതിൻ്റെ കൂടേക്ക് തന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒട്ടും തരിയില്ലാണ്ട് പേസ്റ്റ് പോലെ തന്നെ ഇത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോഴും ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ആ മാവ് നല്ലോണം ലൂസായി പോകും. എല്ലാം മാവ് അരച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇതിന് വേറെ ഒരു വഴിയുമില്ല. കൈ ഇട്ടിട്ട് അടിച്ച് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ ചരുവത്തിൽ മാവാക്കിയിട്ട് അടിച്ച് കൈ കൊണ്ട് ആൾക്കാർ ഇരുന്നിട്ട് അടിച്ച് മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതേപോലെ അടിച്ചടിച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ഇതിൻ്റെ അകത്തേക്ക് വായു കിടക്കണം. എന്നാൽ മാത്രം നല്ല പദത്തിൽ ഇതിങ്ങനെ സ്പോഞ്ചി ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ച് പതപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അത് കൈവച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൈവച്ച് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്യുക. പക്ഷേ കൈവച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഉഴുന്ന് വടക്കുള്ള മാവ് കുറേ അടിയൊക്കെ കൊണ്ട് പാവം റെഡിയായി ഇരിപ്പുണ്ട് അവിടെ. ഇത് ഉടനെ ഉണ്ടാക്കി എടുക്കരുത് കേട്ടോ. അവിടെ ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക, ഏറ്റവും കുറഞ്ഞത്. ഇല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒത്തിരി നല്ലത്. പക്ഷെ ഒരുപാട് സമയം വെക്കില്ല, ചെറിയൊരു പുളി വരും. അതുകൊണ്ട് ഒത്തിരി നേരം വെക്കരുത്. ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം തന്നെ ഉള്ളി അങ്ങനത്തെ ഉപ്പ് അങ്ങനത്തെ ഒരു ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മാവ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇത് മൂടി വെക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് വടയാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കണം. സവാള അരിഞ്ഞ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് പോലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് ഇളക്കരുത്. നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ വെച്ച് തന്നെ അടിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെ വെച്ചേക്കരുത്. അത് ലൂസായി പോകും മാവ്. ഉള്ളിക്കകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങും. അതുകൊണ്ട് അപ്പം തന്നെ ഉരുട്ടി നമുക്ക് വടയാക്കിയെടുക്കാം. ഒരു സവാളയുടെ പകുതി അത് ചെറുതായിട്ട് കൊത്തി നുറുക്കിയത്, ഒരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് കൊത്തി നുറുക്കിയത്, പിന്നെ ഒരു 2 പച്ചമുളക് അത് വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇലയുടെ വലിപ്പം വലുതാണെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയിടുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ കുരുമുളക്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് കുരുമുളക് ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ അത് കുരുമുളക് ഇട്ട് കൊടുത്തത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈവച്ച് അടിച്ച് പതപ്പിച്ചിട്ട് മാവ് നല്ലോണം ഒന്ന് പദം വരുത്തിയിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
1 സ്പൂൺ തേങ്ങ, പച്ച തേങ്ങയില്ലേ, പച്ച തേങ്ങ അരച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സാധാരണ സ്റ്റീലിൻ്റെ സ്പൂണില്ല, അതിന് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ടതിന് ശേഷം ഒന്ന് കൈവച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെച്ചേക്കല്ലോ കേട്ടോ, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് കൈ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. നനച്ചതിന് ശേഷം ഇനി ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഈ ഒരു ആയുധവും കൂടി വേണം. ഇതാണ് ചായരിപ്പിയാണ് കേട്ടോ ഇത്. സത്യമായിട്ട് എനിക്ക് തിളച്ച എണ്ണ നല്ലോണം പേടി, അതിൻ്റെ അകത്തേക്ക് കൈ കൊണ്ടുചെല്ലുമ്പോൾ തന്നെ വലിച്ചു കളയും. പിന്നെ ഉഴുന്നുവടയ്ക്ക് ഹോളോ അല്ലെങ്കിൽ ഷേപ്പോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട ഹോളാക്കി എടുക്കുന്നത്. പേടിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് നന്നായി മാവ് എടുത്തിട്ട് നല്ലോണം ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചായരിപ്പയുടെ മുകളിലേക്ക് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ബോൾ വെച്ച് കൊടുത്തിട്ട് വിരൽ വെച്ച് നടുക്ക് നല്ലോണം ഒരു ഹോളാക്കി കൊടുക്കുക. ഹോളാക്കി കൊടുത്തതിന് ശേഷം മാവ് പരന്ന് താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് മാവ് തിക്കായിട്ട് അരച്ചെടുക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് നല്ലോണം ഒരു ഹോളായതിനു ശേഷം അപ്പം തന്നെ കമത്തിയിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. പിന്നെ ആ ചായരിപ്പ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ വെച്ച് നനച്ചു കൊടുക്കണം, വെള്ളത്തിൽ മുക്കിയെടുക്കരുത്. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് വട കൊട്ടിയിടുമ്പം വെള്ളം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് വട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പരത്തി ഒരു ചെറിയ ഹോൾ വിട്ടിട്ട് അപ്പം തന്നെ എണ്ണയിലേക്ക് കമത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വട നല്ല സൂപ്പറായിട്ട് വരും, പേടിക്കുകയും വേണ്ട, സേഫായിട്ട് നല്ല വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, വട നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ, നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കാരണം നല്ല ക്രിസ്പിയും ക്രഞ്ചിയും ഒക്കെയാണ്. നിങ്ങളിത് അറിയാത്ത ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നുകൂടി പറയാം, വെള്ളത്തിൽ കൈ നല്ലോണം നനച്ചിട്ട് മാവെടുത്ത് നല്ലോണം ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ മാവ് ഒരുപാട് അങ്ങ് അമർത്തി കൊടുക്കരുത്. എന്നിട്ട് ചായരപ്പി ഒന്ന് നനച്ചിട്ട് കൈ കൊണ്ട് നനച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വെച്ച് വിരൽ വെച്ച് നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് പതുക്കെ കമത്തി കൊടുക്കുക. അപ്പോൾ നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് അതിൻ്റെ അകത്തേക്ക് വീഴും. മേത്തേക്ക് എണ്ണയും തെറിക്കില്ല, പേടിക്കുകയും വേണ്ട. പെർഫെക്റ്റ് ആയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇനി വട ഉണ്ടാക്കാൻ പേടിയുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് ഹോള് വരുന്നില്ല, ഷേപ്പ് വരുന്നില്ല എന്നൊന്നും വിചാരിച്ച് സങ്കടപ്പെടേണ്ട. ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വടയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊന്നും ഒട്ടും കുടിക്കുന്നില്ല കേട്ടോ. വട നല്ല കാണുന്നില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി എല്ലാ വടയും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്ന റിസൾട്ടൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു റെസിപ്പി, അതായത് പച്ചമാങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത്, ഈ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.